അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻ്റഗ്രൽ 2 - 3 sin x by cos square x dx. ഇൻ്റഗ്രൽ 2 - 3 sin x by cos square x dx. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നോക്കൂ, സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ആൻസർ സെപ്പറേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ 2 cos square x dx -3 ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ sin x by cos square x dx. ശ്രദ്ധിക്കാം മക്കളെ, 2 cos square x -3 sin x by cos square x എന്നാക്കി. 2 cos square x എന്ന് പറഞ്ഞാൽ 2 ഔട്ട്സൈഡ് ആണ്. 1 cos square x എന്ന് പറഞ്ഞാൽ sec square x dx -3 ഈ sin x by cos square x എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഇല്ലേ നോക്കൂ, sin x by cos square x. എങ്ങനെ എഴുതാം അതിനെ? sin x by cos x into 1 cos x എന്ന് എഴുതാം അല്ലേ. sin x by cos square x എങ്ങനെ എഴുതി? sin x by cos x into 1 cos x. sin x by cos x tan x, 1 cos x sec x അല്ലേ. അപ്പോൾ sec x tan x dx ആണ്. ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്, sin x by cos square x becomes sec x tan x ആണ്. ഒന്ന് പറഞ്ഞേ, sin x by cos square x sec x tan x. once again sin x by cos square x sec x tan x. ആ കിട്ടിയ കഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. sin x by cos x into 1 cos x ആണ്. അപ്പോൾ 2 ഇൻ്റഗ്രൽ sec square x എന്ന് പറഞ്ഞാൽ tan x ആണ്. -3 ഇൻ്റഗ്രൽ sec x tan x എന്ന് പറഞ്ഞാൽ sec x plus c എന്ന് കിട്ടി. once again 2 ഇൻ്റഗ്രൽ sec square x dx tan x -3 sec x tan x dx എന്ന് പറഞ്ഞാൽ sec x plus c എന്നാണ് കിട്ടുക. അനദർ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1 - x into root x dx. ഈ റൂട്ട് എക്സ് ഇങ്ങോട്ട് വന്നപ്പോൾ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻² എന്നാണ് വരിക. അതായത് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻². അപ്പോൾ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ x⁻² മൈനസ് ഇവിടെ ഈ എക്സിൻ്റെ പവർ 1ഉം x√x എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം മക്കളെ? x√x എന്ന് പറഞ്ഞാൽ x⁻1 ഇൻറ്റു റൂട്ട് എക്സ് ബിക്കംസ് 1/2. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2. 1 + 1/2 എന്ന് വരും. 1 + 1/2 എത്രയാണ്? x⁻³ എന്ന് വരും. ശ്രദ്ധിക്കുക, എന്താണ് മക്കളെ? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2 മൈനസ് x√x x⁻1 ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2. 1 + 1/2 x⁻3/2. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 + 1 അല്ലേ, 1/2 + 1/1/2 + 1 മൈനസ് x⁻3/2 + 1/3/2 + 1 + c. then your answer is 2. അങ്ങോട്ട് കയറി ചെന്നു. 1 + 2 3/2 / 1 + 2 3/2 മൈനസ് x⁻2 അങ്ങോട്ട് കയറി ചെന്നു. 3 + 2 5/2 / 2 അങ്ങോട്ട് കയറി ചെന്നു. 3 + 2 5/2 + c. ആ 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 x⁻3/2 മൈനസ് 2/5 x⁻5/2 + c is the final answer. അനദർ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇൻ്റഗ്രൽ √x into 3x² + 2x + 3 dx. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2 റൂട്ട് എക്സ് x⁻1/2 3x² + 2x + 3 dx. അപ്പോൾ ഇവിടേക്ക് മൾട്ടിപ്ലിക്കേഷൻ 3 ഔട്ട്സൈഡിലെടുത്തു. x⁻1/2 into x². അപ്പോൾ 1/2 + 2 എന്നാവും അല്ലേ. 3 ഔട്ട്സൈഡ് x² into x⁻1/2 1/2 + 2 dx plus 2 ഔട്ട്സൈഡ് x⁻1/2 + 1 എന്ന് വരും. എക്സിൻ്റെ പവർ 1 ആണ് അല്ലേ. x⁻1/2 + 1 dx plus 3 ഔട്ട്സൈഡ് x⁻1/2 dx. once again 3 is a constant outside. integral x⁻1/2 into x², 1/2 into x², x⁻1/2 + 2 dx plus 2 integral x⁻1/2 into x⁻1, x⁻1/2 + 1 dx plus 3 integral x⁻1/2 dx. ആ 2 അങ്ങോട്ട് കയറി ചെന്നു. 3 integral 2 into 2 4 4 + 1 5 3 integral x⁻5/2 dx plus 2 integral 2 + 1 x⁻3/2 dx plus 3 integral x⁻1/2 dx. then your final answer is സ്പേസ് ഇല്ലാത്ത ഇവിടേക്ക് പോവാണ്. 3x⁻5/2 + 1/5/2 + 1. അപ്പോൾ എന്ത് കിട്ടും മക്കളെ? 5/2 x⁻
5/2 plus 1 by 5/2 plus 1. 2 അങ്ങോട്ട് കയറി ചേർന്നു. 5 plus 2 7/2. 3x raised to 7/2 by 7/2 plus 2 plus 2 x raised to 3/2 plus 1. ഇവിടെ x raised to 3/2 plus 1 by 3/2 plus 1. 3 plus 2 5/2. 3x raised to 5/2 divided by 5/2 plus 3 x raised to 1/2. 1/2 plus 1 എന്ന് പറഞ്ഞാൽ x raised to 3/2 by 3/2 plus c. Then your final answer is 7/2 തിരിക്കുമ്പോൾ 2/7 അല്ലേ. 3 final answer is ഇവിടെ 3 into 2/7. 7/2 2/7 ആയി. x raised to 7/2 plus 2 into 5/2 becomes 2/5. x raised to 5/2 plus 3 into 2/3. 3 into 2/3. x raised to 3/2 plus c. Then your answer is 6/7 x raised to 7/2. 4/5 x raised to 5/2. 3 cancel. 2x raised to 3/2 plus c is the final answer. 6/7 x raised to 7/2 plus 4/5 x raised to 5/2 plus 2x raised to 3/2 plus c is the final answer. അപ്പോൾ നമ്മൾ ഇതൊന്നും മറക്കരുത്. x raised to 5/2 എന്ന് പറഞ്ഞ integral x raised to 5/2 dx becomes x raised to 7/2 by 7/2. 7/2 എങ്ങനെ കിട്ടിയേ? x raised to 5/2 plus 1 divided by 5/2 plus 1 2 integral x raised to 3/2 dx. x raised to 3/2 എങ്ങനെ കിട്ടിയേ? x raised to 3/2 plus 1 by 3/2 plus 1. അപ്പോൾ x raised to 5/2 by 5/2 എന്ന് കിട്ടി. പ്ലസ് 3x raised to 1/2നെ 3x raised to 1/2 plus 1 3/2 by 3/2 റെസിപ്രോക്കൽസ് ഒക്കെ എടുത്ത് എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫൈനൽ ആൻസർ 6/7 x raised to 7/2 plus 4/5 x raised to 5/2 plus 2x raised to 3/2 പ്ലസ് സി എന്നുള്ള ആൻസർ നിങ്ങൾക്ക് ലഭ്യമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ്. ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ശ്രദ്ധിക്കാം മക്കളെ. കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് ആണ്. ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് കിട്ടി? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. നേരത്തെ സംസാരിക്കേണ്ടായി. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്? സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടി അല്ലേ. അതായത് സൈൻ ബൈ കോസ് ഇൻറ്റു 1 ബൈ കോസ് എന്ന് വരും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് എന്താ വരിക? സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞേ. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് പറയൂ. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ്. അപ്പോൾ എന്ത് കിട്ടി? സീക്ക് എക്സ് ടാൻ എക്സ്. ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് സീക്ക് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ സെപ്പറേഷൻ ചെയ്യുന്നു. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ക്യാൻസൽ. അവിടെ എന്ത് കിട്ടി മക്കളെ? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഈ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ്. യുവർ ആൻസർ ഈസ് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് -2 + 1 -1 ബൈ -1 പ്ലസ് സി അല്ലേ. എക്സ് റേസ് ടു -2 എന്ന് പറഞ്ഞാൽ -2 + 1 ബൈ -2 + 1. ദെൻ യുവർ ആൻസർ ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഈ നെഗറ്റീവ് പോസിറ്റീവ് എക്സ് റേസ് ടു -1 1 ബൈ എക്സ് എന്നാണ് വരിക.
എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു മൈനസ് 2 ഡി എക്സ് ബിക്കംസ് x raised to minus 1 by minus 1 plus c, x square by 2 negative negative positive, x raised to minus 1 becomes 1 by x plus c. Then another easy question, integral x raised to 2 by 3 plus 1 dx. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? x raised to 2 by 3 plus 1 by 2 by 3 plus 1. എന്തായിരിക്കാം 2 by 3 plus 1? x raised to 2 by 3 plus 1 by 2 by 3 plus 1. 3 അങ്ങോട്ട് കയറിച്ചല്ലോ അല്ലേ? 2 plus 3 5 by 3 അല്ലേ? x raised to 5 by 3 by 5 by 3 plus integral dx. ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ചെയ്തു. അത് നിങ്ങൾ വേണമെങ്കിൽ എഴുതാം ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 2 by 3 dx പ്ലസ് ഇൻ്റഗ്രൽ dx. അപ്പോൾ എക്സ് റൈസ് ടു 2 by 3 dx ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ ലഭ്യമായ ആൻസർ എക്സ് റൈസ് ടു 5 by 3 ഡിവൈഡഡ് ബൈ 5 by 3 ഇൻ്റഗ്രൽ dx എക്സ് പ്ലസ് സി ഈക്വൽ ടു യുവർ ഫൈനൽ ആൻസർ ഈസ് 5 by 3 എന്ന് പറയുന്നത് 3 by 5 എക്സ് റൈസ് ടു 5 by 3 പ്ലസ് എക്സ് പ്ലസ് സി ഈസ് ദ ഫൈനൽ ആൻസർ. Then another question, integral x raised to 3 by 2 plus 2 e raised to x minus 1 by x dx ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ കുറേ ആയില്ലേ? അപ്പോൾ എന്ത് കിട്ടിയേ? എക്സ് റൈസ് ടു 3 by 2 dx ഇൻ്റഗ്രേഷൻ 3 by 2 plus 1 by 3 by 2 plus 1 2 integral e raised to x dx e raised to x minus 1 by x log modulus x plus c 3 by 2 plus 1 3 plus 2 3 plus 2 3 plus 2 5 by 2. Your answer is x raised to 5 by 2 divided by 5 by 2 plus 2 e raised to x minus log modulus x plus c. ആ 5 by 2 നെ റെസിപ്രോക്കൽ എടുത്ത് എഴുതാ. യുവർ ഫൈനൽ ആൻസർ ഈസ് 5 by 2 becomes 2 by 5 x raised to 5 by 2 2 by 5 x raised to 5 by 2 plus 2 e raised to x minus ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി എന്നുള്ള ആൻസറാണ് നമുക്ക് ലഭ്യമായത്. നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ സാവധാനത്തിൽ ശാന്തരായി നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം വേണ്ട എക്സ് റൈസ് ടു 2 by 3 അപ്പോൾ ഇതൊക്കെ ശരിയാക്കണം. 2 by 3 plus 1 by ചെറിയ കാര്യമാണ്. എക്സ് റൈസ് ടു 2 by 3 plus 1 by 2 by 3 plus 1 അപ്പോൾ 2 plus 3 5 by 3 by 5 by 3 എന്നിട്ട് ഈ റെസിപ്രോക്കലൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതണം. അപ്പോൾ 3 by 5 എക്സ് റൈസ് ടു 5 by 3 plus x plus c എന്നൊക്കെ കിട്ടും. അപ്പോൾ നല്ല വൃത്തിയിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഹയർ സെക്കൻഡറിക്ക് 3 കാര്യങ്ങളാണ് കൃത്യമായി പഠിക്കാനുള്ളത്. ദർ ആർ 3 മെത്തേഡ്സ്. നമ്പർ 1 ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്പർ 2 ഇൻ്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്പർ 3 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ദർ ആർ 3 മെത്തേഡ്സ്. നമ്പർ 1 ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. Number 2 integration using partial fraction. Number 3 integration by parts. നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തായിരിക്കും മക്കളെ ഇൻ്റഗ്രേഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് നല്ല നിശ്ചയമുണ്ട് അല്ലേ? ആ വാക്ക് നല്ല പിടിയുള്ളൊരു വാക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണെന്നൊരു ഷോർട്ട് കട്ട് ടിപ്പിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ഡെറിവേറ്റീവ് ഉള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ് മക്കളെ? ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഫാക്ടർ ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റൊക്കെ വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുണ്ട്. പവർ വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാറുണ്ട്. സൈൻ എക്സ്, ആ എക്സ് ആണ് ആംഗിൾ. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ,
പവറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ബ്രാക്കറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, റൂട്ടിനകത്ത് വരുന്ന ആളുകൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഷോർട്ട് കട്ട് ടിപ്പായിട്ട് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും വരേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാം, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഫാക്ടർ ഡെറിവേറ്റീവ് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിൽ ഓർമ്മിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കുവാനും ബ്രാക്കറ്റ് വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, പവർ വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ആംഗിളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, റൂട്ടിനകത്ത് വരികയാണെങ്കിൽ ആ റൂട്ടിനകത്ത് കിടക്കുന്ന ഇൻസൈഡ് എന്താണോ വന്നിരിക്കുന്നത് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അടിസ്ഥാനപരമായി ഡെറിവേറ്റീവ് ഉള്ളതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നൽകാറുള്ളത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയി ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ കൃത്യമായി പഠിച്ചെടുക്കാം.